എൻ്റെ നനച്ചുളിപ്പണി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാൻ ആദ്യം അലമാരയാണ് ക്ലീൻ ചെയ്യണത്. ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അലമാര വലിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ മടി വരൂലേ? അലമാരയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് തട്ടി തുടച്ചെടുക്കാം. അലമാര എപ്പോഴും നമ്മൾ തുണികളൊക്കെ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യലില്ലല്ലോ. കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അലമാര കുയഞ്ഞു മറിഞ്ഞിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ക്ലീൻ ചെയ്തെടുത്താൽ പിന്നീട് മടി വരൂല. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്യേണ്ട 2 റാക്ക് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. 2 റാക്കൊന്ന് തുടച്ചെടുത്തിട്ട് എടുത്തത് അങ്ങോട്ട് തന്നെ വെക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട്, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ക്ലീനിങ് പരിപാടിയൊന്നുമല്ല. നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇടുമെന്ന് കരുതി വെച്ച ഡ്രസ്സ് ഉപയോഗിക്കില്ലെങ്കിൽ അത് നല്ല ഡ്രസ്സാണെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താൽ അവർക്കത് ഉപകാരമാവുകയും ചെയ്യും. ഒഴിവാക്കാനുള്ള ഡ്രസ്സ് ഒഴിവാക്കി ബാക്കിയുള്ള ഡ്രസ്സ് എടുത്തു വെച്ചാൽ അലമാര ഫ്രീ ആവുകയും ചെയ്യും. കുട്ടികൾ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ബാസ്ക്കറ്റുകൾ അവരെ കൊണ്ട് തന്നെ മടക്കി വെക്കാൻ പറയാം. ആൺകുട്ടികളായാലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. അവരുടെ ബെഡ്റൂം, അവരുടെ അലമാര, യൂസ് ചെയ്യുന്ന ബാത്റൂം എല്ലാം അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കണം. അവർ ചെയ്ത് നീറ്റായിക്കോളും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണിയൊക്കെ ഈസി ആവുകയും ചെയ്യും. എല്ലാം കൂടെ നമ്മൾ ഒറ്റക്ക് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ജനൽ, വാതിൽ, കട്ടിൽ അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലീനിങ്ങുകളൊക്കെ ആദ്യം ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ഈസി ആവും.